ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ എപ്പിസോഡായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ജൂൺ മാസം ഒരു 3-ാമത്തെ ഞായറാഴ്ച അല്ലേ, ഫാദേഴ്സ് ഡേ ആയിട്ട് യൂണിവേഴ്സിറ്റി ആചരിക്കുന്ന ദിവസമാണ്. ഈ കൊല്ലം ജൂൺ 15-ന് 3-ാമത്തെ ഞായറാഴ്ച ആയിട്ടായിരുന്നു. അപ്പോൾ ഫാദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ചില പോയിന്റ്സ്, അതുപോലെ തന്നെ ചില അനുഭവങ്ങൾ, ഇസ്ലാമിക് ഇൻസൈറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫാദേഴ്സ് ഡേ എന്നുള്ളതിൽ തന്നെ ആ ഫാദേഴ്സ് ഡേ എങ്ങനെ വന്നു, എങ്ങനെ നിലവിൽ വന്നു, ആ ഒരു ഡേറ്റ് എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളതിൽ തന്നെ നമ്മളൊരു ചർച്ചൻ്റെ തോന്നുന്ന ഒരു ക്ലക്സ് അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഈ ഉമ്മമാരെ കുറിച്ച് ഒരുപാട് കവിതകളുണ്ട് മലയാളത്തിൽ തന്നെ, ഇഷ്ടംപോലെ നല്ല എന്താ പറയുക, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള, നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന കുറേ കവിതകൾ തന്നെ ഉണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ മദേഴ്സ് ഡേക്ക് ഒരു റീലൊക്കെ ചെയ്തിരുന്നു. അല്ല, ഒരുപാട് കഥകൾ വരും സ്വാഭാവികമായിട്ടും ഉമ്മമാരെ സംബന്ധിച്ച്. പക്ഷെ പല സമയത്തും ഉപ്പമാരെ കുറിച്ചിട്ടുള്ള കഥകളോ അല്ലെങ്കിൽ ഉണ്ട്, ഇല്ലാന്നല്ല, വളരെ കുറവാണ്. ഞാൻ തന്നെ ഇപ്പൊ നല്ലൊരു വർക്ക് കണ്ടിട്ടുള്ളത് നമ്മളെ തൗഫീഖ് റമദാൻ ബൂത്തിന്റെ ഒരു വർക്കാണ്. അത് ഇമോഷണലായിട്ട് ഉപ്പനെ കുറിച്ച് സംസാരിക്കണം. അത് കുറച്ച് വർക്കുകളെ ഞാൻ തന്നെ മുനവലിതങ്ങളെ വർക്ക് ഉണ്ടല്ലോ വാപ്പാനെ കുറിച്ച്. അതൊക്കെ പിന്നെ വെറും വാപ്പാന്നിന്റെ അപ്പുറത്തേക്ക് മുഹമ്മദ് ലളിതങ്ങളായി അവിടെ വാപ്പ എന്നുള്ളതാണ് അതിന്റെ ഒന്നുകൂടി പോയിന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പണ്ഡിതന്മാരുടെ തന്നെ ഒരു ചർച്ച ഉണ്ട്, ഈ ഉപ്പമാർക്ക് അധികം ഇമ്പോർട്ടൻസ് കുറേ ഉണ്ടോന്ന് പറഞ്ഞിട്ട്. ഒരു ഹദീസ് ഉണ്ടല്ലോ, നബി തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിക്കുക, എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ഹക്ക് ഉള്ളത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക സുമ്മ ഉമ്മുക്ക സുമ്മ അബൂക്ക എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഹദീസ് കൂടുതൽ ചർച്ച ചെയ്തിട്ട് അവിടെ ഉപ്പാക്കുള്ള ഒരു സ്ഥാനത്തെ കുറച്ച് കാണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും പണ്ഡിതന്മാരവിടെ ഈ പ്രസംഗങ്ങളിലൊക്കെ പങ്കുവെക്കലുണ്ട്. ശരിക്കും ഈ ഒരു ഡേറ്റ് നിലവിൽ വന്നത് ഒരു അമേരിക്കയിലെ വാഷിങ്ടണിലുള്ള ഒരു സ്ത്രീ, പേര് സൊണോറ സ്മാർട്ട് ഡോഡ് എന്നാണ്. ഈ ഒരു സ്ത്രീ ഒരു മദേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് 1999 തോന്നുന്നത് ഈ ഫാദേഴ്സ് ഡേ നിലവിൽ വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ മദേഴ്സ് ഡേ ഉണ്ട്. അപ്പോൾ ഒരു മദേഴ്സ് ഡേ ഒരു പരിപാടി കഴിഞ്ഞ് ഈ ഒരു പെണ്ണിങ്ങനെ തിരിച്ചു വരികയാണ്. ഈ പെണ്ണിനൊരു പ്രത്യേകത ഉണ്ട്, ഇവള് ചെറുപ്പകാലം മുതൽ എനിക്ക് തോന്നുന്നു 6 വയസ്സ് മുതൽ അല്ലെങ്കിൽ 6 വയസ്സ് വരെയായിട്ട് ഇവളെ അച്ഛനാണ് നോക്കിയിട്ടുള്ളത്. സിംഗിൾ പാരൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മദേഴ്സ് ഡേൻ്റെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ പെണ്ണിങ്ങനെ ആലോചിക്കണത്, നമ്മളെ ഉപ്പമാർക്കും ഇതേ റെക്കഗ്നീഷൻ കിട്ടേണ്ടതുണ്ടല്ലോ, ഇതേപോലെ തന്നെ പരിഗണന അവർക്ക് കിട്ടേണ്ടതുണ്ടല്ലോ എന്നുള്ളൊരു ആലോചനയെന്നാണ് ഇങ്ങനെ ഒരു ഫാദേഴ്സ് ഡേ എന്നുള്ളൊരു ചിന്ത ആദ്യമായിട്ട് വന്നതെന്നും പിന്നീട് അത് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ടു. അപ്പം USA ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ മാസം 3-ാമത്തെ ഞായറാഴ്ച ആയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും ജൂൺ 11 അങ്ങനെ ആചരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലീവ് നൽകുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽ സ്ഥാപനങ്ങൾക്കൊക്കെ ലീവ് നൽകുന്ന രാജ്യങ്ങളൊക്കെ ലോകത്തുണ്ട്. ഈ ജർമ്മനിയിൽ ഈസ്റ്ററിന് ശേഷം 40 ദിവസം കഴിഞ്ഞിട്ടാണ്. സ്പെയിൻ ഇറ്റലിയിൽ മാർച്ച് 19-നാണ്. അതുപോലെ തന്നെ തായ്ലൻഡിൽ ഡിസംബർ 5-നാണ്. ഇതൊക്കെ പല സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ കിടന്നിട്ട് പല രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് വരിക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഉമ്മമാർക്ക് കിട്ടുന്ന പരിഗണന പലപ്പോഴും ഉമ്മമാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നലിനാണ് ഈ ഒരു ഫാദേഴ്സ് ഡേ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത് എന്നുള്ളതും ഒരു രസകരമായ ഒരു ഫാക്റ്റാണ് തോന്നാം. ഈ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഉപ്പമാര് ഇങ്ങനെ ലിറ്ററേച്ചറുകളിൽ അധികം പരാമർശിക്കപ്പെടാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഹൃദയഹാരിയായ കവിതകളിൽ അധികം പരാമർശിക്കപ്പെടാതെ പോയത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഓലൊരു വേ ഓഫ് എക്സ്പ്രസിങ് ലവ് ആയിരിക്കാൻ കാരണം. അവര് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക? പലപ്പോഴും ജീവിച്ചാണ് അവര് സ്നേഹം പ്രകടിപ്പിക്കുക. കാരണം ഓലെ ജോലിക്ക് പോണത്, അവർ അധ്വാനം, അതൊക്കെയാണ് അവരുടെ സ്നേഹം. പലപ്പോഴും ഇങ്ങനെ ഭംഗി വാക്കുകൾ പറഞ്ഞിട്ടോ ചേർത്ത് പിടിച്ചോണ്ടൊന്നും ഓല് പറഞ്ഞോളുന്നില്ല. ഈ വൈവന് നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ, ഉമ്മുക്ക അതുകൊണ്ട് കാരണം മുസ്ലിം ലോകം പിന്നെ അബുവിനുള്ള ആ പ്രാധാന്യം കുറഞ്ഞു പോയത്. പിന്നെ ആ സമയത്താണ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഹദീസ് ഉണ്ട്, മറ്റേ മക്കളെ പിടിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞിട്ടല്ലോ, അൽവലത് എന്താ മക്കൾ മജ്ബനത്താണ്, മബഹലത്താണ്, മഹസനത്താണ്. ശരിക്കും അതാണ് നമ്മളത് ആലോചിക്കുക. ഇപ്പം നമുക്കൊരു കുട്ടി ഉണ്ടായി നോക്കുക, പിന്നെ നമുക്ക് ഫുള്ള് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ചുരുങ്ങും, നമ്മൾ മറ്റെന്തോ ആയിപ്പോവും. എന്താണ് നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഭക്ഷണങ്ങൾ തോന്നിയ പോലെ കഴിച്ചിരുന്ന സുഖങ്ങൾ ഒഴിവാക്കിയിട്ട് ബഹീലായി മാറും. നമ്മൾ ഫുൾ ടൈം ടെൻഷനായിരിക്കും, എന്തായിരിക്കും ഇനി എന്ത് ചെയ്യാന്നുള്ളത്. ഒരാൾക്ക് മനോഹരമായിട്ട് തന്തവൈബ് പിടിക്കപ്പെടാറ് കഴിഞ്ഞാലേ അയാൾക്കൊരു മകനോ മകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും. കല്യാണം കഴിഞ്ഞാലൊന്ന് കുറയും, പൊതുവേ ഒന്ന് വണ്ടീൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറഞ്ഞ്. മക്കളുണ്ടാകുമ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന ഇപ്പം 90-ലും 80-ലും പോയിരുന്നവർ പതിയെ ഒരു 60-ലേക്കോ 40-ലേക്കോ സ്പീഡ് ചുരുങ്ങും. അതേപോലെ തന്നെ അത്രയും കാലം അവർ ധൈര്യത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളൊക്കെ മാറി കുറച്ചും കൂടി എന്തായിരിക്കും ഇമോഷണലി അല്ലെങ്കിൽ സോഷ്യലി മെച്ചേർഡായി മാറി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് അത്രയും കാലം അവരെ എൻവയോൺമെൻറ്റ്, അവരെ ചുറ്റുപാടുകളെ ട്രീറ്റ് ചെയ്തതുപോലെ ആയിരിക്കില്ല ട്രീറ്റ് ചെയ്യുക.
അവർ കുറച്ചും കൂടി എന്തായിരിക്കും ക്ലീൻ ആകാൻ നോക്കും. കാരണം ഇത്രയും കാലം അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വന്നേക്കാവുന്ന അപകടങ്ങൾ, അവരുടെ ചുറ്റുപാടുകളിലെ അപകടങ്ങളൊക്കെ അവരെ ബാധിക്കുകയുള്ളായിരുന്നു. അവർക്കത് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇനി തങ്ങളെ എല്ലാം കൊണ്ടും എല്ലാം നൽകി പോറ്റുന്ന അല്ലെങ്കിൽ എല്ലാം നൽകി പരിഗണിക്കണ തൻ്റെ മക്കളെ കൂടി അത് ബാധിക്കും എന്നുള്ളത് ഈ പൊതുവെ പുരുഷന്മാരെ ഭയങ്കരമായിട്ട് മാറ്റാനുള്ള ഒരു കാരണം കൂടി. അതായത് ജീവിതത്തിൽ ഒന്നുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുന്നർത്ഥം. പലപ്പോഴും ഈ പ്രസംഗങ്ങളിലൊക്കെ ആയിട്ട് പറയണൊക്കെ ഈ ഉമ്മമാര് 9 മാസം നമ്മളെ ഗർഭം ചുമക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഉപ്പമാര് ഉമ്മാനെയും മക്കളെയും ജീവിതകാലം മുഴുവൻ തൻ്റെ ചുമലിലേറ്റി നടക്കുകയാണ് എന്നുള്ള അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്. പലപ്പോഴും ഇമോഷണലും അവരുടെ ഫീലിങ്സ് ഒന്നും അവർ പുറത്ത് കാണിക്കൂല. അതിനുള്ളൊരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ തങ്ങളെ കൂടെ ഉള്ളവർ സേഫ് ആയിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവർക്ക് ഞാനുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അവരെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മക്കളെ കല്യാണം കഴിയുമ്പോൾ ഉണ്ടാവുന്ന വാപ്പാനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് ഈ ഒരു ഇതേ പറഞ്ഞതിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിയും. പെൺമക്കളാണെന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് വേണ്ടി കഷ്ടപ്പെടാം, അത്യാവശ്യം പൈസ ഉണ്ടാക്കണം, പിന്നെ അവരെ സേഫാക്കി എന്ത് ചെയ്യണം, അടുത്തൊരാൾക്ക് കൈമാറുന്നത് വരെ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു വിഷമം, അതൊക്കെ മിക്കവാറും ആ ഹദീത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി പരിപൂർണമായി ഒരു വാപ്പാൻ്റെ എല്ലാം കിട്ടിയെന്ന്. പുരുഷന്മാരിലധികം അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലൊരു സിനാരിയോയില് ആണുങ്ങളിവിടെ ജീവിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് വീടുണ്ടാക്കാന്, പെൺമക്കളുണ്ടെങ്കിൽ ഓല കെട്ടിക്കാൻ എന്നുള്ളത്. ശരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മജ്ബനത്തിനും മബഹലത്തിൽ നേരെ ഉൾക്കൊള്ളുകയാണ്. കാരണം അതുവരെ അവര് എന്തിനും പൈസ ചെലവഴിച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നിങ്ങനെ പിടിച്ചു തുടങ്ങും, പൈസക്ക് ഒന്ന് കയ്യിലിങ്ങനെ വെച്ച് തുടങ്ങും സേവിങ്സ്. കാരണം കുട്ടികളെ കെട്ടിക്കാനും നന്നാണ്ട് തന്നെ കുറികളിൽ ചേരുന്നവര് ഇത്രമാരുണ്ട് നമ്മുടെ നാട്ടിൽ. വളരെ കഷ്ടപ്പാടുള്ളതാണ് ഈ ഒരു പെൺകുട്ടികളുള്ള കുറെ ആളുകൾക്ക് അവരുടെ കല്യാണ കാര്യം നോക്കുക. ഇപ്പോൾ ഒരു ഹദീസിൽ തന്നെ തങ്ങൾ പറയുന്നുണ്ട്, മൻ ആല സലാസ ബനാത്തിൻ ഫസവ്വജഹുന്ന ഫഅദ്ദബഹുന്ന വഅഹ്സന ഇലൈഹിന്ന. ഈ 3 കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായി ഒരാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് എടുക്കണമല്ലോ. അപ്പോൾ ആ റിസ്കിനുള്ള കൂലി നബി തങ്ങൾ പറയുന്നത് ഫലഹുൽ ജന്ന. ഈ 3 കാര്യങ്ങൾ അവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനക്ക് സ്വർഗ്ഗമാണ് ഉള്ളത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് നമ്മളെ ഉപ്പമാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു വകയായിട്ട് ഞാൻ കാണാം. കാരണം മനസ്സിലാകാത്ത ഓഡിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ആൾക്ക് പെൺമക്കൾ സലാസു ബലാത്തി എന്നാണ് ഹദീസിൽ പറയുന്നത്. വേറൊരു ഹദീസിൽ 2 പെൺകുട്ടികളുള്ള അങ്ങനെയുള്ള ഒരാള് ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ ഇസ്ലാമികമായ രീതിയിൽ വളർത്തി കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ വിവാഹം കഴിച്ചു കൊടുത്താൽ ഇത്ര റിസ്ക് എടുക്കണതിന് അള്ളാഹു അവർക്ക് നൽകുന്നത് സ്വർഗമാണ്, അള്ളാഹുവിൻ്റെ സുഖലോലുപതയുടെ സ്വർഗമാണ് നൽകുന്നത് എന്ന് വിധങ്ങൾ വരുമ്പോൾ അതൊക്കെ ഉപ്പമാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു വകയായിട്ടുള്ള ഹദീസാണ് ഇതൊക്കെ. പൊതുവെ പെൺകുട്ടികളുണ്ടാവുന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി വരുന്നൊക്കെ തോന്നുന്നു. അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഒരു ഹദീസും കൂടി ആയിരിക്കും ഇതെന്ന് തോന്നാം. ആൺമക്കളും അങ്ങനെ തന്നെ. ഇപ്പം നമ്മളെ കുറിച്ച് ഇപ്പം നമ്മളെ വാപ്പർക്കുള്ളൊരു ആശങ്ക എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ കാലത്ത് ലഹരിയൊക്കെ ഉള്ള സമയമാകുമ്പോൾ ഏത് സമയത്ത് പെട്ടുപോകും. ഫുള്ള് ദ്വായിലേക്ക് കാലം, എപ്പോഴും പ്രാർത്ഥനയ്ക്കാരം. പ്രത്യേകിച്ച് നമ്മളും വാപ്പയും തമ്മിലുള്ള അകലം കൂടുമ്പോൾ ആ ടെൻഷനൊക്കെ നന്നായി കൂടും. അതേപോലെ തന്നെ വേറെ ഹദീസ് തന്നെയാണ് നിമിത്തങ്ങളിങ്ങനെ ഈ മജുബനത്ത് നോക്കിയപ്പോൾ കണ്ടൊരു ഹദീസ് തന്നെയാണ്, ഇന്നമിൻ അശ്വരിൻ നാസി ഇന്ത്യ റജുലൻ അഫ്ന അമറുഹു ഫിദ്ദുനിയ വതറക വലതുഹു ആല. ലോകത്തെ ഇവിടെ ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളായിട്ട് കണക്കൂട്ടുന്നത് എൻ്റെ കുട്ടിക്ക് ഞാൻ എൻ്റെ കുട്ടിയെ ഫക്കീറാക്കി വിടാന്നാ പറയണത്. സ്വന്തമായിട്ടൊന്നും കഴിയാതെ, സ്വന്തമായി കാലിൽ നിൽക്കാൻ കഴിയാതെ ഒരു കുട്ടിനെ വെറുതെ വിടുന്നതിനേക്കാൾ ഏറ്റവും വലിയൊരു അതിനേക്കാൾ വലിയൊരു ഷർനാസ് ഇല്ല എന്നാണ് ഇപ്പൊ തങ്ങൾ ഹദീസിലൂടെ പറയുന്നത്. ഇംഗ്ലീഷിൽ തന്നെ ഒരു കോട്ടിങ് ഉണ്ട്, ഇറ്റ് ഈസ് സിമ്പിൾ ടു ബി എ ഫാദർ ബട്ട് ഇറ്റ് മേക്സ് സംബഡി സ്പെഷ്യൽ ടു ബി എ ഡാഡ്. അതാ ഒരു ബയോളജിക്കലി ഫാദർ ആവാൻ ആർക്കും കഴിയും, അതിന് പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റികളൊന്നും വേണ്ട. പക്ഷേ പക്ഷെ അയാളൊരു ഡാഡ് എന്നുള്ള വാക്കിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് ഉണ്ട്, അതായത് റെസ്പോൺസിബിലിറ്റി ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തം കുട്ടികളുടെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഹീറോ ആയിരിക്കും, റോൾ മോഡൽ ആയിരിക്കും. ഇവിടെയാണ് ഒരു ഉപ്പ, ഒരു അച്ഛൻ, ഒരു ഫാദർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള, മക്കൾക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചർച്ചൻ്റെ പ്രസക്തി വരുന്നത്. ശരിക്കും കുട്ടികൾ ചെറുപ്പകാലത്ത് നിന്നുള്ളത് ഉപദേശങ്ങളിലൂടെ അല്ല പഠിക്കുക, ഒരിക്കലും ഉപദേശങ്ങളിലൂടെ അല്ല പഠിക്കുക, അവർ ചുറ്റുപാടുള്ളത് കണ്ടിട്ടാണ് പഠിക്കുക. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് ഉമ്മയെ പോലെ തന്നെ ഉപ്പയും. അപ്പോൾ ഉപ്പ ശരിക്ക് ജീവിച്ചാണ് മക്കളെ പഠിപ്പിക്കേണ്ടതെന്ന് പറയലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണത്, മക്കളുണ്ടാകുമ്പോൾ അത്രയും കാലമുള്ള അവരുടെ ജീവിതമൊക്കെ മാറുന്നതും അവരുടെ വേൾഡ് വ്യൂ തന്നെ മാറുന്നതിലൊക്കെ ഒരു പ്രധാന ഘടകം ഇതായിരിക്കും തോന്നുന്നു.
ഈ റിയാദത്ത് സിബിയാൻ എന്നുള്ള ബാബ് ഹിയാലുബിദിനൊരു ബാബുണ്ട്, റിയാദത്ത് സിബിയാൻ, കുട്ടികളെ വളർത്തനെ കുറിച്ച്. മസാലി ഇമാം ഇങ്ങനെ ഒരു കുട്ടിയെ വളർത്തുന്ന രൂപം ഇങ്ങനെ പറയാണ്. തസൂഫിയ ടച്ചുള്ള നല്ലൊരു അവതരണം അതിൽ വന്നിട്ടുള്ളത്. അപ്പം അതിൽ പറയുന്നുണ്ട് കുട്ടിയൊരു അമാനത്താണ്. അപ്പോൾ ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഓൻ്റെ നഫ്സൊരു അമാനത്താണ്, അവൻ്റെ കുട്ടിയുടെ നഫ്സൊരു അമാനത്താണ്. ആ കുട്ടി നമ്മൾ പറയണ്ടല്ലോ, കുട്ടി ജനിക്കുമ്പോൾ ഫിത്രത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ആ കുട്ടി ജനിക്കുമ്പോൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തും ആവാം. പിന്നെ ആ എന്താവണം എന്ന് ഡിസൈൻ ചെയ്യുന്നത് അവൻ്റെ വാപ്പയാണ്. അവൻ്റെ വാപ്പാൻ്റെ ഒരു അമാനത്തായിട്ട് വാപ്പ കണ്ട് ആ വാപ്പ ആവശ്യമുള്ളതൊക്കെ നൽകി മെല്ലെ മെല്ലെ അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് അതിൻ്റെ സ്വഭാവം വരെ എങ്ങനെയാണ് കുട്ടി വളർന്ന നമ്മൾ പറയല്ലേ പ്രായപൂർത്തിയാവണ കാലത്തോളം കുട്ടി കുട്ടി എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പ്രശ്നം വരുന്നത് ഉപ്പാക്കാണ്, ഉമ്മാക്കാണ്, രക്ഷിതാക്കൾക്കാണ്. അപ്പോൾ ആ ഒരു കുട്ടീനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരേണ്ടത് തന്നെ അതിലിങ്ങനെ കൃത്യമായിട്ട് പറയേണ്ടത് അങ്ങനെ ചെയ്യണം. പിന്നെ ആദ്യം ഒരിക്കലും ഒരുപാട് കിതാബുകളിലേക്ക് കടത്തല വേണ്ടേ, ആദ്യം സ്വഭാവം പഠിപ്പിച്ചെടുക്കണം. ആ സ്വഭാവം പഠിപ്പിച്ചതിന് ശേഷം അതിലൂടെ നമ്മുടെ ലക്ഷ്യം ഇബാദത്ത്, അക്കാര്യങ്ങൾ ചേർത്തെടുക്കണം. അതിനെ ഒരിക്കലും അടിച്ചിട്ടല്ല. ഇബാദത്ത് ഇതിങ്ങനെ പറയണ്ടേ, നമ്മളിപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞാലേക്ക് മുട്ടായി കൊടുക്കുക. അപ്പോൾ എന്തൊരു സവാബ് കിട്ടണം എന്ന് എനിക്ക്, അല്ലാതെ ഒരിക്കലും ഒരുപാട് അടിച്ച് അങ്ങനെ പഠിപ്പിക്കേണ്ട രൂപമല്ല അതിലിങ്ങനെ പറയണേ. രസകരമായിട്ട് നമുക്കൊക്കെ ഒരു രക്ഷിതാവ് നിനക്ക് ആരുടെയൊക്കെ സമയത്ത് ഒന്ന് വായിച്ചിരിക്കാൻ പറ്റിയൊരു ഒരു ഭാഗം തന്നെയാണ് റിയാദ് സുബിയാൻ. വേറെ കുറെ ബാബിലൊക്കെ ആ വിഷയം ചർച്ചയിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അതൊരു ഉപ്പ എൻ്റെ മകന് നൽകുന്ന ഗിഫ്റ്റിനേക്കാൾ നല്ലൊരു ഗിഫ്റ്റ് മറ്റാരും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഞാൻ ഈ ഒരു വിഷയം സെർച്ച് ചെയ്തപ്പോൾ അത് വൈഫാണോ എന്നതിലൊരു സംശയമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹദീസ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ കണ്ടിരുന്നു. ഇന്നൽ ഔലാദ ഹിബത്തുല്ലാഹിലക്കും അല്ലെങ്കിൽ ഒക്കമാക്കാൽ ഇതുപോലെ ബന്ധപ്പെട്ടൊരു ഹദീസ് കണ്ടിട്ടുണ്ട്. അതായത് രക്ഷിതാക്കൾക്കുള്ള ഒരു ഗിഫ്റ്റാണ് ഈ മക്കൾ എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് അങ്ങോട്ടും ഗിഫ്റ്റ് ആണെന്നുള്ളത്. ഈ വിഷയം കേട്ടപ്പോൾ ഞാൻ ഖുറാനും പോയി തപ്പി. അപ്പോൾ ഖുറാൻ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ഇങ്ങനെയുണ്ട്, മക്കളെ വാപ്പാരെന്ത് ചെയ്യണം അതെന്തായാലും ഉണ്ട്. എന്തായിരിക്കും വാപ്പ മകളോട് ചെയ്യേണ്ടതെന്നുള്ളത് ഒരിങ്ങനെ ഉപദേശമായിട്ട് ഖുറാൻ നേരെ എവിടെയും പറഞ്ഞില്ല. പിന്നെ ഉള്ളതൊരു കഥയാണ്. നമുക്കറിയാലോ ലുക്മാനാക്കി നിങ്ങൾ തൻ്റെ മക്കളെ നോക്കുന്ന കഥ. അപ്പോൾ അതിന് മനസ്സിലാകും എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിലേക്ക് ഒരു മകനെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ഒരു വാപ്പ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്. ലുക്മാനിൽ ഈ വലക്കഥാത്തേന ലുക്മാൻ ഹിക്മത്ത് അനിഷ്കുറില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീരീസ് ഓഫ് അഡ്വൈസസ് ആണ്. കുറച്ച് ഇങ്ങനെ ഉപദേശങ്ങൾ വരുന്നു. പക്ഷെ ആ ഉപദേശങ്ങളിലുണ്ട് ശരിക്കും ഒരു ഉപ്പ മകനെ എങ്ങനെയാണ് നോക്കേണ്ടത്, നമ്മൾ ജീവിച്ച് കാണിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അവനെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ശരിക്കും ആ ഒരു ഇത് തന്നെ കാണാൻ കഴിയും. അതിലിങ്ങനെ പറയുന്നുണ്ട്, വെറുതെ വലക്കഥാത്തേന ലുക്മാൻ ഹിക്മത്ത് പറഞ്ഞാൽ നമുക്കറിയാലോ ദാവൂദ് നബിയുടെ അടുത്ത് പഠിച്ച് സുലൈമാൻ നബിയുടെ കൂടെ പണിയെടുത്ത ഒരാളാണ്, ഖാദിയായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ വളരെ ഹക്കീമായ ഒരു മനുഷ്യനാണ്. ഖുറാൻ തന്നെ ഒരു സൂറത്തൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടാവണം. പിന്നെ ഖുറാനിൻ്റെ പ്രത്യേകത ഖുറാൻ ആ ചരിത്രം മൊത്തം പറയില്ല. ഖുറാൻ നമുക്ക് ആവശ്യമുള്ള മാത്രമേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞവരാണ് വലക്കഥാത്തേന ലുക്മാൻ ഹിക്മത്ത്. ശേഷം വൈദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി യാ ബുനയ്യ വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. അപ്പോൾ ആദ്യം കൊടുക്കുന്ന പ്രിൻസിപ്പിൾ ആദ്യം എന്ത് ചെയ്യുക, ലാ തുശ്രിക് ബില്ലാഹ്, ഖാലിക്കായ അള്ളാഹിന് എന്ത് ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, ഖാലിക്കായ അള്ളാഹിനെ മാത്രം ആരാധിക്കുക. അതിന് ശേഷം പറയണ പോലെ അല്ലെങ്കിലും അള്ളാഹ് പറയാം, അള്ളാഹിന്റെ നേരെയുള്ള കോട്ട വരുന്നത് ഹുസൈൻ ഇൻസാൻ ബിവാലിദി ഹമലത്തു ഉമ്മു വഹനൻ അലാ വഹനിൻ. അവിടെ ചെറിയൊരു പോയിന്റ് ഉണ്ട്. ഖുർആന് ഒരാൾ കാലിട്ടിട്ട് ഖുർആന് ഒരാൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സാധനം കോട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഖുർആന് ഭയങ്കരമായിട്ടുള്ള കാർക്കശ ഉണ്ട്. അഥവാ ഇയാൾ എന്താണോ പറഞ്ഞത് അതേ ഖുർആൻ പറയുള്ളൂ. അതിലേക്ക് കൂടുതൽ പോയിന്റുകൾ കടത്തി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള അഡ്വൈസാണ് നമ്മൾ പറഞ്ഞല്ലോ. ഈ അഡ്വൈസിൽ എന്തുകൊണ്ടും ചേർത്ത് വെക്കാവുന്ന ഒരു 2 പോയിന്റ് അല്ലെങ്കിൽ 2-ലധികം പോയിന്റുകൾ ഖുർആൻ അവിടെ എക്സ്ട്രാ കൊണ്ടുവരാണ്. എന്തുകൊണ്ടും ഇതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു പോയിന്റാണ്. പക്ഷേ ഇത് ലുക്മാൻ ഹക്കീം തങ്ങൾ മകൻക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തായാലും മനുഷ്യർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതുകൊണ്ട് ഖുർആൻ കൊണ്ടുവരാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചൊരു പദം വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അള്ളാന്റെ സ്വയം വസിയത്തോടെ ആഡ് ചെയ്യാൻ അതിലൊരു ഭയങ്കര ഒരു സംഭവമുണ്ട്. ഖുർആന് അപൂർവം ചില ആളുകളോടാണ് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള മര്യാദനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് സൂറത്ത് ഹുജറാത്തിൽ അതുപോലെ തന്നെ സൂറത്ത് നൂറിന്റെ അവസാനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ശബ്ദം കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് ഖുർആന് അവിടെ പറഞ്ഞു തരാമെന്ന് മാത്രമല്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരാണ്. ഹമലത്തു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പിന്നെ കുറേ അനുഭവിച്ചാണ് മോനെ എൻ്റെ ഉമ്മ എന്നെ വളർത്തിയത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത് പഠിച്ചവനാണ് ആ പറഞ്ഞത്. എന്നിട്ട് ആ അതിൻ്റെ ഒരു അവസാനത്തേക്ക് വരുമ്പോൾ അനിഷ്കുർലി വലി വാലിദൈക്ക്, എനിക്ക് ശുക്ർ ചെയ്യാ, അതിൻ്റെ കൂടെ നിന്റെ രക്ഷിതാക്കൾക്കും ശുക്ർ ചെയ്യാം. പഠിച്ചവനോട് ചേർത്താണ് പറയുന്നത്. വേറൊരു വിഷയം അവിടെ
അള്ളാഹു ലോകത്ത് നിന്ന് ഏറ്റവും വലിയൊരു പാപം, കൊടിയ പാപം ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഷിർക്കാണ്. അള്ളാഹുവിനെ വേറൊരാളെ പങ്കു ചേർക്കുക. ഈ ഒരു തെറ്റിനോട് കൂടെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയൊരു തെറ്റാണ് ഈ മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കാനുള്ളത്. അപ്പോൾ ഹൽക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഏറ്റവും വലിയൊരു സിഫത്താണ്. അതിൽ അള്ളാഹു സബബാക്കി വെച്ച ആളുകളാണ് മാതാപിതാക്കൾ എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ ഹൽക്ക് ചെയ്യാൻ സബബായ അല്ലെ അതിന് കാരണക്കാരായ നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ ആ ഇത്താഅത്ത്, അതായത് നിങ്ങൾ അവരെയും അനുസരിക്കണം എന്നുള്ള ഒരു ധ്വനി കൂടി അതിൽ. കാരണം ഷിർക്ക് ഇവിടെ മാത്രമല്ല, ഖുർആൻ പല സ്ഥലങ്ങളിൽ ഷിർക്ക് ചെയ്യരുതെന്ന് പരിചയപ്പെടുത്തിയതിനു ശേഷം പിന്നെ പറഞ്ഞത് നിങ്ങൾ മാതാപിതാക്കളോട് ഗുണം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞിട്ടേ ഈ ഒരു കാര്യത്തെ കുറിച്ച് ബൂത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? അതായത് അദ്ദേഹം പറയണേ, ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച ഖാലിഖായ റബ്ബ്, അത് നിങ്ങൾ എന്നെ ആരാധിക്കുക. പിന്നെ അടുത്ത് പറഞ്ഞ വബിൽ വാലിദൈനി ഇഹ്സാന, നീ സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരായ നിന്റെ മാതാപിതാക്കൾ, നീ അവരെയും എന്ത് ചെയ്യുക, ബഹുമാനിക്കുക. ഇപ്പം ഈ ലുക്മാൻ ഇസ്ലാം കൊടുക്കണ ഇതുണ്ടല്ലോ ഉപദേശം, അതിന് ആദ്യം എന്താണത്? ലാ തുശ്രിക് ബില്ലാ. പിന്നെ അടുത്ത് ഖാലിഖ് കഴിഞ്ഞു, ഇനി നിന്നെ സൃഷ്ടിച്ചാൽ വബിൽ വാലിദൈനി ഇഹ്സാന. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലും വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീല, അതായത് ബനി ഇസ്രായേലിന് കൊടുക്കണ ഒരു ഉപദേശം അല്ലെങ്കിൽ അവരോട് നടത്തിയിട്ടുള്ള ഒരു ഇടപാട്, അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് തന്നെ അല്ലാ തഅബുദു ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് ഇസ്രായേൽ, ആ ഒരു ഏരിയ നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യണം തോന്നുകയാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചർച്ചയ്ക്ക് വരാം. പിന്നെ ഞാൻ അടുത്ത് കടക്കുന്നതും ഒരു അള്ളാഹ്ക്ക് വേണ്ടിയുള്ളൊരു തന്നെയാണ്. അതിനുശേഷം പറഞ്ഞ ആയത്തില്ല വൈൻ ജാഹദാക അലാ തുശ്രിക ബി, അത് നോട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നിങ്ങൾ എല്ലാ നിലക്കും നിങ്ങളെ വാപ്പമാരെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പക്ഷേ വൈൻ ജാഹദാക അലാ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, ഇനി എന്നെ ശിർക്കിനെന്നാ നിങ്ങളോട് ഒരു പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട? അനുസരിക്കണ്ടെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. സ്വാഹിബുഹുമാ ഫിദ്ദുനിയ മാറൂഫ, ദുന്യാവിൽ അവരോട് നല്ലക്ക് പെരുമാറണം എന്ന് പറയുന്നത്. ഇത് ഏത് രക്ഷിതാക്കളാണ്? ശിർക്ക് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കണ കാഫിറായ രക്ഷിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്ക് ഖുർആന്റെ വേർഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മതം വ്യത്യസ്തമായാലും എന്ത് ചെയ്യണം? നിങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവർക്ക് നന്മ ചെയ്യാം. ഇത് ഖുർആന്റെ ആശയം തന്നെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് നിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫിഖ്ഹിന്റെ ബാബിലൊക്കെ ഈ ജിനായത്ത് എന്ന് പറയും, അതായത് ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലണം, അങ്ങനെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നമുക്ക് പ്രത്യേകം കാണാം, ഒരു വാപ്പ മകനെ കൊന്ന ആ വാപ്പാനെ കൊല്ലാൻ ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് അതിന് അധികാരമല്ല. കാരണം എന്താ? ഈ ഒരു ഉപ്പയാണ് ഇവനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായത് എന്നുള്ളത്. അതുകൊണ്ട് ഉമ്മയും അതുപോലെ തന്നെ. അപ്പോൾ ഉമ്മയെ ഒരു മകനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊല്ലാൻ പോലും പാടില്ല. അത്രയും കടപ്പാട് നമുക്ക് അവരോടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പഠിച്ച നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ എല്ലാ കർമ്മത്തിലും ഉണ്ടായിരിക്കുക എന്നുള്ളതാണല്ലോ ഇഹ്സാൻ എന്നുള്ളത്. അതിനെ കുറിച്ചാണ് അടുത്തൊരു ഭാഗം പറയുന്നത്. യാ ബുനിയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ് എന്ന് പറയുന്നത്. അതായത് ഏത് പാറന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും എത്ര ആകാശത്തിന്റെ മുകളിലാണെന്നുണ്ടെങ്കിലും നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ചെയ്തികളൊക്കെ പഠിച്ചവന് മുമ്പിൽ പഠിച്ചോ അത് നാളെ കൊണ്ടുവരുന്ന ചെയ്യും. പഠിച്ചവൻ അത് കാണുക ചെയ്യുന്നുള്ളൊരു ബോധം കൊടുക്കുകയാണ്. ഇതും ശരിക്കും ഒരു ഉപ്പ മകന് കൊടുക്കേണ്ട ഏറ്റവും നല്ലൊരു ദീനിനെ യഥാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ സത്യയോട് കൂടി അത് പകർന്നു കൊടുക്കുകയാണ് ഈ ഒരു ഉപദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത ഉപദേശം അടുത്ത മൊത്തത്തിൽ കർമ്മങ്ങൾ അല്ലേ? വിശ്വാസം റെഡിയായി, ഇനി അതിന്റെ ആളുകളിലേക്ക് കടക്കാൻ. പിന്നെയുള്ളതുണ്ടല്ലോ അമ്ർ ബിൽ മഅറൂഫ് വനഹ്യി അനിൽ മുൻകർ, അത് എനിക്ക് തോന്നുന്നില്ല അത് ഒരു സാധാ ഒരു ഉപദേശിച്ച് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ അമ്ർ ബിൽ മഅറൂഫ് വനഹ്യി അനിൽ മുൻകർ എന്നുള്ളത് ശരിക്കും ഒരു മനുഷ്യനെ കുറിച്ച് മാത്രമുള്ളതല്ല. ഒരാൾ സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരാൻ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണത്. പിന്നെ വസ്ബിർ അലാ മാ അസാബക്, നമ്മൾ ക്ഷമനെ കുറിച്ച് എപ്പിസോഡിനെ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് തോന്നുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ വസ്ബിർ അലാ മാ അസാബക് ഇന്നതാലിക്ക് നമ്മൾ അവിടെയൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് പോയിരുന്നു. അതായത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സമൂഹത്തിൽ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഒരുപാട് എന്ത് ചെയ്യും ബുദ്ധിമുട്ടുകൾ വരും. അപ്പോഴൊക്കെ നീ ക്ഷമിക്കണം. പിന്നെ ഒരുപാട് ഇനി ഉപദേശങ്ങൾ തന്നെയാണ് അടുത്ത അതും ശരിക്കും അഹങ്കാരം ഉണ്ടാവരുത്. ജനങ്ങൾ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവരോട് ഇങ്ങനെ മുഖം തിരിച്ചു പോകരുത് എന്നൊക്കെയുള്ള ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം,
അത് ഓന് സ്വന്തം മനസ്സിൽ എങ്ങനെ ശുദ്ധനായിരിക്കണം, സ്വന്തത്തിന്റെ ഉള്ളിൽ എങ്ങനെ ശുദ്ധനായിരിക്കണം, അതുപോലെ തന്നെ സ്വന്തം സൊസൈറ്റിയിൽ എങ്ങനെ ശുദ്ധനായിരിക്കണം എന്നും സ്വയം ശുദ്ധനാവുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കഴിയുക എന്നുള്ളൊരു ആശയം കൂടെ ആയിരിക്കും. പിന്നെ അതിനുശേഷം ഉപദേശങ്ങൾ തുടർന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനം. അപ്പൊ ഈ ഖുർആനില് ഒരു ഇസ്ലാമിക് പാരന്റിങ് നമ്മുടെ എപ്പിസോഡ് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു, ഇൻഷാ അല്ലാഹ് വരുമായിരിക്കും. പക്ഷെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഏകദേശം പോയിന്റുകളെ കൂടെ പറഞ്ഞു പോയി. ഖുർആൻ വ്യക്തമായിട്ട് പറയാണ് ഒരു ഇപ്പൊ മകൻക്ക് എന്താണ് പകർന്നു കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇനി ഖുർആന് ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം അമ്പിയാക്കളെ കഥ ഖുർആനിൽ പറഞ്ഞത് എന്തിനാന്നുള്ള ചർച്ചകളുണ്ടല്ലോ, ചിലപ്പം ആവർത്തിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമുക്ക് അതിനൊരു ഗുണപാഠം എടുക്കാനാണ്, നമുക്കത് മനസ്സിലാക്കാനാണ്. മുമ്പത്തെ സമുദായങ്ങളെ ഉദാഹരണങ്ങളിൽ നിന്ന് ഇന്നത്തെ സമുദായത്തിൽ എങ്ങനെ പെരുമാറുന്നത് മനസ്സിലാക്കാനാണെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനു വേണ്ടി ഖുർആൻ കഥ പറഞ്ഞിട്ടുള്ള അമ്പിയാക്കളുടെ ഒക്കെ ജീവചരിത്രത്തിൽ ഫാദർഹുഡിന് വലിയ റോളുകളുണ്ട്. അവരെങ്ങനെ ഉപ്പമാരായി ജീവിച്ചു, അല്ലെങ്കിൽ അവരുടെ ഉപ്പമാർക്ക് അവരെങ്ങനെ മക്കളായി ജീവിച്ചു എന്നുള്ളത് ശരിക്കും നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭൂലോകത്തുള്ള എല്ലാ ഖുർആൻ തന്നെ പലപ്പോഴും മനുഷ്യന്മാരെ അഭിസംബോധന ബനിയാദം എന്നുള്ളത്. അപ്പം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഹാബീൽ കാബീൽ തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു അക്രമമൊക്കെ. അതിലൊക്കെ ആദം നബി ഭയങ്കര ചീത്ത പറഞ്ഞിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ഭയങ്കര സങ്കടം അനുഭവിച്ച ഒരാളാണ് ആദം നബി അലൈഹി ഇസ്ലാം. യൂസുഫ് നബിന്റെയും യാക്കൂബ് നബിന്റെയും ചരിത്രം നമ്മള് സ്വബറിന്റെ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവ് ഒരു സ്വന്തം ഉപ്പ തന്റെ മകന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന അവസാനം ആ ഒരു തന്നോട് ഇത്രയും ഒരു പാതകം എന്നിപ്പോ നമ്മളൊരു രാജ്യകുറ്റം എന്നൊക്കെ പറഞ്ഞ മാതിരി അത്രയും ഒരു മനുഷ്യനോട് ചെയ്ത ആ ഒരു തെറ്റ് മുഴുവൻ അവസാനം സ്വന്തം മക്കൾക്ക് പുറത്തു കൊടുക്കണേ. എന്നിട്ട് പറയാം, ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തഹജ്ജുദിന്റെ നേരത്തെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് പറഞ്ഞിട്ട് അവസാനം ആ മക്കൾക്ക് മാപ്പ് കൊടുക്കുന്ന ആ രംഗമൊക്കെ അതൊരു ഉപ്പാന്റെ ഉള്ളിലുള്ള സ്നേഹമാണ് ആകെ കാണിക്കുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ഉപ്പയും മകനും തമ്മിലുള്ള ഒരു സീൻ നമുക്ക് കാണാൻ കഴിയും. മകന് കാഫിറാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ മകനിങ്ങനെ അവിടെ കാണാണ്. അപ്പൊ ഓലാത്തക്കും മാൽ കാഫിരി എന്ന് പറയുന്നുണ്ട്, മോനെ കേറിക്കോ, മുസ്ലിം ഇതിക്ക് കേറിക്കോന്ന്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലെങ്കിലും മകന് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം കരുതുന്നത്. ആ ഒരു കാഫിർ എന്നുള്ള പോലും അതൊക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവണതാണ്. ആ ഉപ്പ എന്നുള്ളതിനോട് അടങ്ങിയ സാധനമാണ്. കാഫിർ ആണെങ്കിൽ പോലും സ്വന്തം മകനാണല്ലോ. പിന്നീട് അള്ളാഹു അത് തിരുത്തുന്നുണ്ട്, ഇന്നഹു ലൈസ മിൻ അഹ്ലിക് എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെയാണ്. അതൊക്കെ ഒരു ഉപ്പ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യനുണ്ടാവണതാണ്. മകൻ ഇങ്ങനെ ഒരു ഇടങ്ങറായി കാണുമ്പോൾ ആ കപ്പലിലേക്ക് കയറ്റാൻ നിന്നതും ഇസ്ലാമിന്റെ കൺസെപ്റ്റ് തമ്മിലൊരു ബന്ധം നമുക്ക് മനസ്സിലാവും. ശരിക്കും ഈ ഉമ്മൂമത്ത്, ഉമ്മ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ഉമ്മയായി സ്ഥിരപ്പെടുക എന്നുള്ളതിന് വലിയ ക്രൈറ്റീരിയകളൊന്നുമില്ല. ഒരാള് ബയോളജിക്കലി ആരാണോ പ്രസവിക്കുന്നത് അയാളായിരിക്കും ഉമ്മ. പക്ഷെ ഈ പിതൃത്വം ഇസ്ലാം കുറച്ചും കൂടി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അതിന് ഒരുപാട് ഷർത്തുകളൊക്കെ പറയുന്നുണ്ട്, ചില ക്രൈറ്റീരിയകളുണ്ട്. ഇന്നതൊക്കെ ശരിയായാലേ പൂർണ്ണമായും ഇസ്ലാമിക രീതിയിൽ ആയിരിക്കണം ഈ കുട്ടി ആ ഉപ്പാക്ക് ജനിക്കണത് എന്നുള്ളത് അതിൽ ഏറ്റവും വലിയൊരു കൺസേൺ ആണ്. അതുപോലെ തന്നെ രണ്ടുപേരും മുസ്ലിം ആകുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം എന്താവുള്ളൂ, ഇവന്റെ ഇന്നയാളുടെ ഉപ്പയാണ് ഉമ്മയാണെന്നുള്ളത് സ്ഥിരപ്പെടുള്ളൂ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഉപവത്ത് എന്നുള്ളത് എന്താണ് എത്രത്തോളം വെച്ചാൽ നബിതങ്ങളൊരു ഹദീസുണ്ട്, നിങ്ങൾ പരലോകത്ത് വിളിക്കപ്പെടുക നിങ്ങളെ പേരിന്റെ കൂടെ നിങ്ങളുടെ ഉപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉപ്പമാരോടുള്ള ഒരു ഉപദേശമായിട്ടാണ് നബി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല പേര് മക്കൾക്ക് ഇടണം എന്നുള്ള നിലക്ക് നബി പറയണം. പക്ഷെ ഉപ്പാന്റെ പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക എന്നുള്ള ഈ നെസബ് ഇപ്പൊ പറഞ്ഞ മാതിരി ഈ ഒരു ഉപ്പ സ്ഥിരപ്പെടണമെങ്കിൽ ഇത്രയും കാർക്കശ്യം കാണിക്കാൻ ഉപ്പാക്കുള്ളൊരു സ്ഥാനം കൂടിയാണ് ഇസ്ലാം അവിടെ. ഇബ്രാഹിം നബി ഉപ്പ കൊടുക്കണ പോലെ ഉണ്ടല്ലോ, ഉപ്പാനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പറയണം. അതും ഖുർആനിൽ ഒരു പേജോളം ചർച്ച ചെയ്യുന്നുണ്ട്. യാബത്തിലാത്ത ഷെയ്ത്താൻ ഇന്ന ഷെയ്ത്താൻ കാലി റഹ്മാൻ യാസിയ, ഷെയ്ത്താന് പിന്നാലെ പോവല്ലേ നിങ്ങൾ എന്ത് ചെയ്യാൻ റഹ്മാനി ഫത്തക്കും ഷെയ്ത്താനും അറിയാം. ഞങ്ങൾ ഷെയ്ത്താന് പിന്നാലെ പോയിട്ട് അള്ളാനെ ഒഴിവാക്കല്ലേ. അതൊരു വേറെ സ്നേഹങ്ങളോടൊക്കെ പലപ്പോഴും അമ്പിയാക്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് ഇതിന്റെ പേരിൽ ഒരു കൂലിയും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് വന്നൂടെ, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉപ്പാനോട് സംസാരിക്കുന്ന സമയത്ത് എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള അദബ് കീപ്പ് ചെയ്തിട്ടാണ്. ഇബ്രാഹിം നബിയിൽ ശരിക്കും രണ്ടിന്റെ ഉദാഹരണം ഉണ്ടെന്നാണ്. ഉപ്പയോട് എങ്ങനെ സംസാരിച്ചു എന്നുള്ളതും ഉപ്പയായിട്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു ചരിത്രം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
അത്രയും കാത്തു നിന്നിട്ടൊരു മകനുണ്ടായിട്ട് ആ മകനെ അറുക്കാൻ പറയുന്ന സമയത്ത് പഠിച്ചവൻ പറഞ്ഞതാണ്. അപ്പൊ അത്രയും സ്നേഹമുണ്ട്. പക്ഷെ എപ്പോഴും അവിടെ ദീനിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറുക്കാൻ പറയുന്ന സമയത്ത് പഠിച്ചവർക്ക് വേണ്ടില്ല അറുത്തോളി എന്നാ പറയുന്നത്. ആ ഒരു രീതിയിൽ മകനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും. അതല്ല, ഒരു കുടുംബ ജീവിതത്തിനുള്ള ഒരു ദ്വാ പോലും ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം നബി നേർന്ന ദ്വാ ചെയ്ത ദ്വാ ആണ്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന. ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ കാണുന്ന ഒരു ദ്വാ ആണല്ലോ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുപോലും ഇബ്രാഹിം നബി ചെയ്ത ദ്വാ ആണ് ഖുർആൻ അവിടെ ഉദ്ധരിക്കുന്നത്. എന്റെ ഇബ്രാഹിം നബിയുടെ ദ്വാരല്ല, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. ദുർരിയത്തിനെ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം നബിക്ക്. അതുകൊണ്ടായിരിക്കൂലേ പിന്നീട് വന്ന അമ്പിയാക്കളിൽ ഒരു ബഹുഭൂരിഭാഗം ആ ഒരു പരമ്പരയിലാണ് വന്നിട്ടുള്ളത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിലൂടെ അവസാനം റസൂലുള്ളാഹി വന്നു. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിയുടെ ഒരു പരമ്പര ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പ്രവാചകന്മാരെല്ലാരും ഇസ്രായേൽ തന്നെ ഈ ഒരു പരമ്പര കാരണം ഒരു സമൂഹം മുഴുവൻ അള്ളാഹു നന്നാക്കിയ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവരായി മാറുന്നത് ഇബ്രാഹിം നബി എന്നുള്ള ഇതിലൂടെ. ഈവൻ ഈ ഖുറൈശികളെ കാലത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഖുറൈശികളെ കാലത്ത് തന്നെ റസൂലുള്ളാഹി പ്രബോധനത്തിന് വരുന്ന സമയത്ത് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മതത്തിലേക്ക് നിങ്ങൾ വരണ്ടേന്നാണ് റസൂലുള്ളാഹി അവരെ ഇത് ചെയ്യുന്നത്. അവരോട് ഫേസ് ചെയ്ത് അവരോട് സംസാരിക്കുന്നത് അല്ല അവരെ സംബോധന ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ദീനിലേക്ക് നിങ്ങൾ വരണ്ടേന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ അവർക്കിടയിൽ പോലും അത്രയും സ്വീകാര്യനായിരുന്നു എന്ന് നമുക്ക് ആ ഒരു ഇതിന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ വേറെ അമ്പിയാക്കളുടെ ചരിത്രത്തിലേക്ക് പോവാണ്. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാം കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്റെ 2 പെൺമക്കളെ എങ്ങനെ വളർത്തിയതെന്നുള്ളത് നമുക്ക് മനോഹരമായിട്ട് കാണാൻ കഴിയും. ആ ഒരു സമുദായം എന്ന് പറഞ്ഞാല് സമുദായം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യണ എന്താണ് കച്ചവടത്തിലൊന്നും വേണ്ട രീതിയിലുള്ള സൂക്ഷ്മത പുലർത്താത്ത ഒരു സമുദായമാണ്. ആ സമുദായത്തിനിടയിൽ മനോഹരമായിട്ട് തന്റെ 2 മക്കളെ എങ്ങനെ വളർത്തി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മക്കൾ വരുമ്പം ഉള്ളൊരു ക്വാളിറ്റി പറയുന്നുണ്ട്. ഹയാവോട് കൂടിയാണ് നടന്നു വന്നത്. പിന്നെ ആ മക്കള് മൂസാ നബി അലൈഹി സ്വലാമിനെ മനസ്സിലാക്കി. എന്നിട്ട് ഉപ്പനോട് ചെന്നിട്ട് യാ ബത്തിസ്തജിർ ഇന്ന ഖൈറ മൻ ഇസ്തജർതൽ ഖവിയ്യുൽ അമീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മനോഹരമായ രംഗം. അതായത് ഉപ്പയും മകളും 2 പെൺമക്കളോട് ഒരു ഉപ്പ എങ്ങനെ ഡീൽ ചെയ്തു, അവരുടെ അഭിപ്രായത്തെ മാനിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇസ്ലാമിനൊക്കെ ഇപ്പൊ വളരെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇസ്ലാമിനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കണവരൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള ഇത് ഫ്രീഡം നൽകണില്ല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് വില നൽകണില്ല എന്നൊക്കെ. പക്ഷെ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ഈ ഒരു ചരിത്രത്തിൽ എങ്ങനെ മക്കളെ പരിഗണിച്ചു എന്നുള്ളത് 2 കാര്യത്തിനാണ്. ജോലിക്ക് എടുക്കുന്നതിലും മോളെ അതാണ് പരിഗണിച്ചത്. അതുപോലെ തന്നെ ആ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണുണ്ട്. 2ഉം എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായത്തിന് അത്രയും മാനിച്ചു എന്നുള്ളതാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറിയം ബിനത്ത് ഇമ്രാൻ എത്തിയില്ലേ, അതും അങ്ങനെ തന്നെയല്ലേ. ഇമ്രാന്റെ മകൾ മറിയം ബീവിയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ആ ഒരു വലിയ അത്രക്കും പരിശുദ്ധയായ ഒരു സ്ത്രീക്ക് പിന്നിൽ ആരാണ്? ആ മറിയം ബിനത്ത് ഇമ്രാൻ എന്ന ആളാണ്. ഇമ്രാനെ കുറിച്ച് തന്നെ ഒരുപാട് ഉണ്ടല്ലോ ഖുറാനില്. ഈ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കള് നഷ്ടപ്പെട്ട ഒരാളാണ്. ജീവിതകാലം അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായ പരീക്ഷണത്തില് 2 എണ്ണമായിരുന്നു. ഒന്ന് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള അസുഖം ബാധിച്ചു, അതുപോലെ തന്നെ മക്കളൊക്കെ മരിച്ചുപോയി. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും പഠിച്ചവനെ കൈവിടാതെ പഠിച്ചവനുള്ള പ്രതീക്ഷ കൈവിടാതെ ജീവിച്ച് അവസാനം 2 അഭിപ്രായമുള്ളത്. ഈ മക്കളെ തിരിച്ചു കൊടുത്തു എന്നുണ്ട്, വീണ്ടും മക്കൾ ഉണ്ടായി എന്നുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടിലാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമും ജീവിച്ചിട്ടുള്ളത്. ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുലൈമാൻ നബി എന്നൊരു ഇതുവരെ ഒരു ലോക രാജാവിനെ നൽകിയത് ആ ഒരു പിതൃത്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മക്കളില്ലാതെ വിഷമിച്ചിട്ട്, കാരണം സക്കരിയ നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കണ തന്നെ എങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് മകനെ ചോദിക്കുമ്പോ എങ്ങനെയാണ് എരിസുനി എരിസുമിൻ ആലിയാക്കൂ എന്നാ പറഞ്ഞു. എന്റെ പ്രപിതാക്കളായിട്ട് കൈമാറി വന്നിട്ടുള്ള ഈ ഒരു ദീനിന്റെ പൈതൃകം കൈമാറാൻ പറ്റുന്ന ഒരു മകനെ എനിക്ക് തരണേന്നാണ് സക്കരിയ നബി അലൈഹി സ്വലാം ദുആ ചെയ്യണത് നമുക്ക് കാണാൻ കഴിയും. ഇനി അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ നബിതങ്ങളെ ജീവിതം റസൂലുള്ളാഹിന്റെ ഒരു പിതൃത്വം എങ്ങനെയായിരുന്നു, മക്കളെ എങ്ങനെയായിരുന്നു, പലപ്പോഴും കരച്ചിൽ പോലും വന്നിട്ടുള്ള ഒരു ചരിത്രം നബിതങ്ങളുടെ ഈ ഒരു പിതാവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൺമക്കളെല്ലാവരും സ്വന്തം കൈകൊണ്ട് 2 വയസ്സുള്ള ഇബ്രാഹിം എന്ന കുട്ടിയെ കബറടക്കുമ്പോൾ നബിതങ്ങളുടെ കണ്ടെന്ന്
ആ ഒരു കണ്ണുനീര് വേണ്ടിട്ട് സഹാബത്ത് ചോദിക്കണ്ടല്ലോ നബി അങ്ങും കരയാണോ, ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങും കരയാണെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയാം അത് റഹ്മ, ഇത് ഒരു ഉപ്പാന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന റഹ്മത്താണ് നിങ്ങൾ കണ്ടത്, അത് ഞാനല്ലാതെ നിങ്ങളോട് പറഞ്ഞതിന് എതിര് പറഞ്ഞതല്ല. മാത്രമല്ല എല്ലാ ആൺമക്കളും നബിന്റെ ജീവിതം, ആൺമക്കൾ മാത്രമല്ല നബി ജീവിച്ചിരിക്കുമ്പോൾ ഒരു മകളല്ലാത്ത ബാക്കി എല്ലാ മക്കളെയും ഖബറടക്കുന്നത് കാണുന്ന ആ സൈഡ് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. സ്വന്തം ഫാത്തിമ ബീവി അല്ലാത്ത എല്ലാ മക്കളെയും ഖബറിലേക്ക് എടുത്തു വെക്കേണ്ടി വന്ന ഒരു പിതാവ് കൂടിയാണ് റസൂലുള്ളാഹി എന്നുള്ളത് നമുക്ക് തോന്നണേ. നമ്മൾ മറ്റേ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ട് തോന്നണേ. പെൺമക്കളെ വിഷയം പറയുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യണം. ജാഹിലിയ കാലത്തിനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹുൻ അം യദ്സുഹു ഫിത്തുറാബ്. അതൊരു പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് അറിഞ്ഞാൽ ആ ഒരു കുഴി വെട്ടാൻ വേണ്ടിയിട്ട് ഇത് മൺവെട്ടി തിരഞ്ഞ് നടന്നിരുന്ന ആ ഒരു സമൂഹത്തിലേക്കാണ് നബി വരുന്നത്. പെൺകുട്ടി ജനിച്ച ഉടനെ ജീവനോടെ കൊഴിച്ചു മൂടുന്ന അവസ്ഥയുള്ളടുത്ത് നബി തങ്ങൾ എനിക്ക് 3 പെൺമക്കളാണുള്ളതെന്ന് ആ ചരിത്രം നമുക്കറിയാം. നബി തങ്ങൾക്ക് തുടരെ പെൺമക്കൾ ഉണ്ടായപ്പോൾ ഖുറൈശികൾ കളിയാക്കിയിട്ട് അവസാനം വീണ്ടും ഉണ്ടായത് ഫാത്തിമ ബി എന്നുള്ള പെൺകുട്ടിയാണ്. ആ ഒരു സന്തോഷം നബി തങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു, എനിക്ക് പെൺകുട്ടിയാണ് വീണ്ടും ഉണ്ടായത് എന്നുള്ള ആ ഒരു ചരിത്രം പറഞ്ഞിട്ട് പെൺമക്കളെ വളർത്തിക്കൊണ്ട് ആ ഒരു സമൂഹത്തെ മാറ്റിയ പ്രവാചകനാണ് നബി തങ്ങൾ. ഫാത്തിമ എന്നൊക്കെ പറഞ്ഞത് ആ ഒരു അവസരത്തിലാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ മോഷ്ടാവിന്റെ കൈ മുറിക്കണം എന്നുള്ള ആ ഒരു ഭാഗത്തൊക്കെ അവിടെ ഒരു പ്രസ്താവന ഫാത്തിമത്ത് ബിന്തു മുഹമ്മദിൻ എന്ന് പറയുന്നുണ്ട്. എന്റെ മോള് ഫാത്തിമയാണ് കട്ടെടുത്തതെന്നുണ്ടെങ്കിലും അവിടെ 2 പോയിന്റ്. ഒന്ന് റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിനോടുള്ള അല്ലെങ്കിൽ സ്വന്തം മകളോടുള്ള ആ ഒരു സ്നേഹത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്നേഹത്തിന് മുകളിൽ ദീനിനെ പ്ലേസ് ചെയ്യാന്നുള്ള ഒരു മനോഹരമായ ഒരു സംഭവം ഇതിൽ കാണുന്നുണ്ട്. പേരമക്കളെ കൂടെ കളിച്ചത് നോക്കിയാൽ നമുക്ക് ഇതേ സാധനം മനസ്സിലാവും. മറ്റേ ഹദീത്തുണ്ടല്ലോ, തങ്ങളിങ്ങനെ പേരകുട്ടിയോടൊപ്പം കളിച്ചു നോക്കുമ്പോഴല്ലേ ആ ഒരാൾ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് 10 മക്കളുണ്ട്, 10 മക്കളെ ഞാൻ ചുംബിച്ചിട്ടില്ല. മൻലായർഹമൻ ലായുർഹമൻ. അപ്പൊ നിസ്കാരത്തിലൊക്കെ നബിതങ്ങള് പേരമക്കളെ എടുത്ത് അതിന് നമുക്കൊരു മാതൃക ഉണ്ട്. ശരിക്ക് നമ്മൾ പലപ്പോഴും കുട്ടികളൊക്കെ എടുത്തൊക്കെ നിസ്കരിക്കാൻ വരുമ്പോൾ അവരെ ആട്ടി പറഞ്ഞേക്കലാണ്. നജസ് ഉണ്ടെങ്കിൽ ആട്ടി പറഞ്ഞേക്കണം, അങ്ങനെ നജസ്സൊന്നും ഇല്ലാണ്ട് ആട്ടി പറഞ്ഞേക്കണം. ശരിക്കും നബിതങ്ങളുടെ ജീവിതപാഠം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിസ്കാരത്തിൽ പോലും പരിഗണിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് സൂചിപ്പിച്ചിരുന്ന വിഷയം, അതായത് നമ്മൾ പലപ്പോഴും ഈ വിഷയം ശ്രദ്ധിക്കലില്ല, കുട്ടികളെ ആട്ടി പറഞ്ഞേക്കലാണ്. പക്ഷെ നബിതങ്ങളെ ജീവിതം നേരെ മറിച്ചാണ്. നബിതങ്ങൾ പഠിപ്പിക്കുന്നത് നിസ്കരിക്കുകയാണെങ്കിലും കുട്ടിയെ നിസ്കാരം ബാത്തിലാകാത്ത രീതിയിൽ കുട്ടിയെ എടുത്ത് നിസ്കരിക്കണം എന്നുള്ള വിഷയം. ഇതേപോലെ പേരക്കുട്ടികൾ വന്ന് മേലെ കയറിയിട്ട് കുട്ടികളെ പോണ വരെ എണീറ്റില്ല എന്നുള്ളൊരു ജമാഅത്തിന്റെ സമയത്ത് അങ്ങനെ കേട്ടില്ല. വഹിയായിട്ട് ഇറങ്ങിയോന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഹസൻലാനായിട്ട് മുതുകിൽ കയറി നിൽക്കുന്നത്. റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹുമാ റൈഹാനത്തായ മിനദ് ദുനിയ എന്നാണ്. എൻ്റെ ദുനിയാവിലുള്ള 2 റൈഹാൻ പുഷ്പങ്ങളാണ് ഹസൻലാനും ഹുസൈൻലാനും എന്ന് പറഞ്ഞത്. ഇത് പേരമക്കളാണെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര സ്നേഹിച്ചൊരു പിതാവും ഒരു വല്യപ്പയാണ് റസൂലുള്ളാഹി. മകൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത നബിയാണ്. ഫാത്തിമ ബീവി വീട്ടിലേക്ക് കടന്നു വരുന്ന ദൂരെ നിന്ന് കണ്ടാൽ തന്നെ നബി തങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ സീറ്റിൽ ഫാത്തിമ ബീവിയെ ഇരുത്തി ചുംബിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാറുണ്ട്. ഈ ഒരു ഉബുവത്തിന്റെ, അതായത് എങ്ങനെ ഉപ്പയാവണം എന്നുള്ളത് നബി തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര പറയാനുണ്ട്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വേൾഡ് വ്യൂ, ഇസ്ലാമിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും ഉപ്പമാരൊക്കെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, തിരിച്ചെങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്തൊരു സ്റ്റഡി വന്നിട്ടോ, ഫാസ്റ്റസ്റ്റ് ഏജിങ് സ്റ്റേറ്റാണ് കേരളം എന്ന്. ഇത് ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ ഈ ഒരു കണക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവിടെ അല്ല ഇതിന് പോയിന്റ്. ഈ കണക്കെടുക്കുന്നത് വൃദ്ധസദനങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നു. അത് കാരണത്താലാണ് ഇങ്ങനൊരു ടൈറ്റിൽ കേരളത്തിന് കിട്ടുന്നത് മനസ്സിലാക്കാം. അപ്പോൾ മലബാർ റീജിയൻസിൽ മലപ്പുറത്ത് ഇങ്ങനെ ഇത് കുറയാൻ കാരണം എന്തായിരിക്കും, ഈ വൃദ്ധസദനങ്ങൾ കുറയാൻ കാരണം എന്തായിരിക്കും എന്നുള്ളത് അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ ഇവിടെ 2 കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മളെ ട്രഡീഷൻ, കേരളത്തിലെ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അവരെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതല്ല. ഈ അണുകുടുംബങ്ങളായിട്ട് ചെറിയ കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ട്രഡീഷൻ ആയിരുന്നില്ല. മക്കളെ അതുപോലെ തന്നെ പിതാക്കളെയൊക്കെ ചേർത്ത് പിടിച്ചോണ്ടുള്ള, മാതാപിതാക്കൾ ചേർത്ത് പിടിച്ചോണ്ടുള്ള പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞ ഒരു വീട്ടിൽ തന്നെ 10-20 ആളുകളൊക്കെ നമ്മളെ തന്നെ തറവാടുകളൊക്കെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കല്യാണം കഴിഞ്ഞാലേ ഒരു കട്ടിൽ കിട്ടുള്ളൂ. എല്ലാരും ഇത് ഹാളിലൊക്കെ ഇത് പായിട്ട് കിടക്കാറാണ് ചെറുപ്പകാലത്തിനല്ലേ കുട്ടികളെല്ലാവരും ഒരുമിച്ച് കിടന്ന്. ആ ഒരു കൾച്ചറിൽ നിന്നും
അത് മാറിയിട്ട് നമ്മൾ പുതിയ വൃദ്ധസദനങ്ങളെ ഒക്കെ വന്നിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് മാറാനുള്ള ഒരു കാരണം നമ്മളെ വേൾഡ് വ്യൂയിൽ ഫിലോസഫിയിൽ വന്നിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. ഇപ്പോൾ പുതിയ ഇതിൽ രണ്ട് വില്ലന്മാരായിട്ടുള്ളൊരു ഫിലോസഫി എന്നുള്ള പുതിയ ലിബറലിസം ഒക്കെ മുന്നോട്ട് വെക്കുന്ന യൂട്ടിലിറ്റേറിയനിസം, അതുപോലെ തന്നെ ഇൻഡിവിജ്വലിസം തുടങ്ങിയ ഈ രണ്ട് ഫിലോസഫികളാണ്. ആദ്യമായിട്ട് ഇൻഡിവിജ്വലിസം എന്താ നമ്മൾ നോക്കാം. ഈ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ തനിക്കെന്താണ് തോന്നുന്നത് അങ്ങനെ ജീവിച്ചാൽ മതി എന്നുള്ളത്. ഇത് ശരിക്ക് ഈ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ട് കാര്യം എല്ലാവരും കേൾക്കുക. നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി, നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ. ഇപ്പോൾ പലരും പറയും നാട്ടുകാർ ദണ്ടികൾ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ നോക്കിയാൽ മതി. പെൺകുട്ടികളൊക്കെയാണ് ഇത് അധികം പറഞ്ഞിട്ട് കാണുന്നത്. അതായത് ഉപദേശിക്കണ മാമന്മാരെ പറ്റൂല, ഉപദേശിക്കണ ഫുൾ അമ്മാവന്മാരാവുക. ഈ ഒരു ഇതിൽ വരുന്നൊരു ഡേഞ്ചർ സ്പോട്ട് പറഞ്ഞാൽ ഇതിന്റെ മറ്റു വശങ്ങളൊക്കെയാണ്. ഈ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ തനിക്ക് താൻ മതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, കുടുംബം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഒരു സ്കോപ്പില്ല, കുടുംബം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന് അവിടെ സ്കോപ്പില്ല, അവിടെ മാതാപിതാക്കൾക്ക് സ്കോപ്പില്ല. അങ്ങനത്തെ ഒരു വേൾഡ് വ്യൂ ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞത്, അഥവാ ഒരു കാര്യം നല്ലതാണോ ചീത്തതാണോ എന്ന് തീരുമാനിക്കാൻ അതിന് നമുക്ക് ഉപകാരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. പ്ലഷർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിയറി. നമുക്കുള്ള സുഖങ്ങൾ കൂട്ടുക, കൂടുതൽ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്നുള്ള ഒരു തിയറി. ഇതിലും വരുന്നൊരു പ്രശ്നം അതാണ്, ഈ വയസ്സായി കഴിഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് എന്ത് ഉപകാരം കിട്ടുക. ആ ഫിലോസഫി പരാജയപ്പെടുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനത്തെ ഫിലോസഫികൾ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പുതിയ കാലത്ത് വൃദ്ധസദനങ്ങൾ വരുന്നതും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പഠനത്തിന്റെ ഭാഗമായിട്ട് ഓൺ മനോരമ പ്രസിദ്ധീകരിച്ചൊരു ഭാഗത്താണ് ഈ വൃദ്ധസദനങ്ങൾ കൂടുന്നു എന്നുള്ള ഈ ഒരു പഠനം വരുന്നത്. ആ പഠനത്തിന്റെ ഒരു അവസാന ഭാഗത്ത് ഒരു വൃദ്ധസദനത്തിലെ ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ പറയുന്നുണ്ട് പല കുടുംബങ്ങളും ഈ ഇങ്ങനെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് വെക്കുന്ന മാതാപിതാക്കൾ മരിച്ചാൽ ബോഡി പോലും വാങ്ങൂല, ബോഡി വാങ്ങാൻ പോലും വരൂല. അത്രക്കും മോശമായിട്ടില്ല, അല്ലെങ്കിൽ അത്രക്കും ഒരു നന്മ കെട്ട ഒരു നന്ദി കെട്ട ഒരു യുഗത്തിലേക്ക് ഇത്തരം ഫിലോസഫികൾ മൊത്തം കേരളത്തിന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ മൊത്തത്തിലൊരു ലോകത്തിന് തന്നെ മാറ്റിക്കൊണ്ട് അവിടെ ഇസ്ലാമിന്റെ കൺസെപ്റ്റ് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ചയിലേക്ക് പോവാ, കലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഇതിനേക്കാൾ അങ്ങനെ സാധനം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കേട്ടപ്പോൾ തോന്നിയാണ് മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഒരിക്കല് നബി തങ്ങൾ മിമ്പറുമ കയറി ഓരോ കാലേജ് ചോട്ടിലും ഓരോ ദ്വാരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം നബി തങ്ങൾ ആമീൻ പറഞ്ഞു. അതിൽ പെട്ടൊരു ദ്വായാണ് തൻ്റെ രക്ഷിതാക്കളെ വയസ്സാം കാലത്ത് കിട്ടിയിട്ട് അവർ ആ വാപ്പാനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഉമ്മാനെ ഉപയോഗിച്ചുകൊണ്ട് സ്വർഗത്ത് പ്രവേശിച്ചില്ലാന്നുണ്ടെങ്കിൽ അവൻ നശിച്ചു പോട്ടെ എന്ന് ദ്വാരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാം മലക്ക് ദ്വാ ചെയ്തത് നമ്മുടെ ഏറ്റവും വലിയ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖുർആൻ ശരിക്കും ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് പഠിപ്പിക്കണത് നിങ്ങൾ പറഞ്ഞ പോലെ ഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഹിയ. ആദ്യം പറഞ്ഞെന്ത്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, അത് പറഞ്ഞിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇമ്മ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമ ഔ കിലാഹുമ, അവർ രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ എൻ്റെ അടുത്ത് എന്ത് ചെയ്ത് വയസ്സായി എൻ്റെ അടുത്ത് നീ കൂടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് വയസ്സായ ഒരു സാഹചര്യം വന്നാൽ അല്ലാ തഖുല്ലഹുമ ഉഫിന്ന പറഞ്ഞു, ഒരു ചേ എന്നുള്ള വാക്ക് പോലും അവിടെ പറയരുത്. അവിടെ മറ്റേ ഇന്തൊക്കെ ഉപയോഗിച്ചതിനെ കുറിച്ച് ഞാൻ ബൂത്തി കേട്ടപ്പോൾ കേട്ടിരുന്നു. ഇമാം ബൂത്തിനെ പറയണ്ടേ ശരിക്കും അവിടെ ഇന്തൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇമ്മാബുല തന്നെ ഇന്തൊക്കെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും ഇന്തൊക്കെ എന്ന് പറഞ്ഞത് അവിടെ സാധനമുണ്ട്. കാരണം ഇതുവരെ നീ ഇന്ദഹും അനി ഇത്രകാലം അവരുടെ എന്താ റെസ്പോൺസിബിലിറ്റി ഇനി നോക്കാൻ. ഇപ്പൊ അവരല്ല, ഇപ്പൊ അവർ ക്ഷയിച്ചു, അവർക്ക് ബുദ്ധിമുട്ടായി. നീ ഇപ്പോൾ യുവത്വത്തിന്റെ സമയത്തുള്ളത്. അപ്പോൾ ഇന്ദക്ക നിന്റെ ഉത്തരവാദിത്തത്തിലാണ്. ഇമ്മാബുല തന്നെ ഇന്ദക്കൽ കിബർ, അവർ നിന്റെ ഉത്തരവാദിത്തത്തിലായിട്ടാണ് ഇപ്പൊ എന്തായാലും അവർ വയസ്സായിട്ടുള്ളത്. അപ്പോൾ ഫലാത്തു ഖുല്ലഹുമ ഉഫിൻ. മാത്രമല്ല ഈ ഒരു ഉപ്പ എന്നുള്ള ബന്ധം മരണപ്പെട്ടാൽ പോലും മുറിക്കരുത് എന്നാണ് നബിതങ്ങൾ ഈ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം നബിതങ്ങളോട് ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് എൻ്റെ ഉപ്പാൻ്റെ ഉപ്പാക്ക് എങ്ങനെയാണ് ഉപ്പാൻ്റെ മരണശേഷം ഞാൻ അവരോട് എങ്ങനെ ബന്ധം പുലർത്തേണ്ടത് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ ഉപ്പാൻ്റെ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാവില്ല, അവിടെ പോയി നിങ്ങൾ അവരെ സന്ദർശിച്ചിട്ട് അവരെ സന്തോഷിപ്പിക്കണം. അപ്പോൾ ഉപ്പ എന്നുള്ള ആ ഒരു ബന്ധം ഒരിക്കലും നിങ്ങൾ മുറിക്കരുത്, ഉപ്പാനെ അവരൊരിക്കലും മറക്കരുത്, ആ സഹോദരങ്ങൾ ഉപ്പാൻ്റെ സുഹൃത്തുക്കളും. അപ്പോൾ ഉപ്പ എന്നുള്ള ബന്ധം മരണപ്പെട്ടാൽ പോലും നിങ്ങൾ മുറിച്ച് കളയരുത് എന്നാണ് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ എണ്ണിയതൊരു സംഭവമാണല്ലേ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകനെ നിങ്ങൾ ഉണ്ടാക്കി വെക്കാന്നതായിരിക്കും നിങ്ങൾക്ക്. ഈ ഫലാത്ത കൊല്ലഹുമ ഉഫ് എന്നല്ലോ. അപ്പൊ ഉഫിന്റെ നോക്കുമ്പോൾ അത് പറയണത് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുന്ന ഏറ്റവും ലോവസ്റ്റ് ലെവൽ അതുപോലും ചെയ്യരുത് എന്നാണ് ഇതിന്റെ ഒരു ആശയമായിട്ട് വരുന്നത്. അതായത് നമ്മൾ മലയാളത്തിൽ ഏറ്റെടുക്കുന്ന അറിയും നമ്മളെന്നല്ലേ പറയാം സാധാരണ
ആ സാധനം പോലും പറയരുത്. വലാ തൻഹറുഹുമ, അവരെ ഒഴിവാക്കി വിടരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, അതിന് ശേഷം ഒരു സാധനമുണ്ട്, വഖ്ഫിദ് ലഹുമ ജനാഹദ്ദില്ലി മിനർ റഹ്മ, അവർക്ക് താന്ന് കൊടുക്കാം. ചിലപ്പോൾ നീ വലിയ ഉദ്യോഗസ്ഥനെ കയറാം, താന്ന് കൊടുക്കാം, അവർക്ക് കരുണ ചെയ്യണം. ജനാഹദുല്ല് എന്നുള്ളടത്ത് ഈ താഴ്ന്നു കൊടുക്കുക, കരുണ കാണിക്കുക എന്നുള്ള പോലെ തന്നെ അവിടെ ആ ദുല്ല് എന്നുള്ള വാക്ക് പ്രയോഗിച്ചാലും ഒരു മാജിക് ഉണ്ട് തോന്നുന്നത്. ഈ ദുല്ല് എന്ന് പറഞ്ഞാല് ഇവർ ഈ പ്രായമാകണ സമയത്ത് ഒരിക്കലും ശരി അവരെ ഭാഗത്താകൂല, ഒരിക്കലും ഇവരുണ്ടാക്കുന്ന തർക്കങ്ങളിലൊന്നും ശരി അവരെ ഭാഗത്താകൂല. പക്ഷെ ആ സമയത്ത് പോലും അവരെ എതിർക്കാനുള്ള ഒരു പവറും മക്കൾക്ക് ഖുർആൻ കൊടുക്കണില്ല. ആ സമയത്ത് നിങ്ങൾ കരുണയാണ് ചെയ്യേണ്ടത്. അവിടേക്കും മറ്റേത് ചേർത്ത് വെക്കണം. ഫലാ തഖുല്ലഹുമ ഉഫ്ഫിൻ, നിങ്ങളെ ഭാഗത്ത് ഒരു പോലും ന്യായം ഉണ്ടെന്നുണ്ടെങ്കിലും അവരോട് മറുത്ത് പറയാൻ നിങ്ങൾക്ക് എന്തില്ല, ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. എനിക്ക് നമ്മൾ ഈ മറ്റു ഫിലോസഫിന്റെ ഡേഞ്ചർ പറഞ്ഞല്ലോ, അതിന്റെ ഒരു പ്രകടമായൊരു സംഭവമായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു പാട്ട്. കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ വരികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഗുണപാഠങ്ങളോ മതിയാക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഭാഗമാണ്. അതിൽ ശരിക്കും എന്താണ് അവരാ പറയണത്? ഇനി അതൊന്നും മാതാപിതാക്കളൊന്നും നോക്കണ്ട, സ്വന്തം കാര്യം. ആ ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു ഭയങ്കര ആൽമോസ്റ്റ് പീക്ക് ലെവലാണ് അതിലൊക്കെ കാണുന്നത്. അപ്പോൾ പറയാനും പാടാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഇതിൻ്റെയൊക്കെ മറുവശങ്ങൾ നോക്കുമ്പോഴാണ് സ്വന്തം ഒന്നല്ലാത്തടന്ന് തന്നെ വളർത്തിയെടുത്ത മാതാപിതാക്കളെ മാറ്റി നിർത്തേണ്ട ഒരു ജീവിതമൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സൊസൈറ്റിക്ക് അത്രയും വലിയ ത്രെറ്റ് ആണെന്നുള്ളതൊന്നും ഈ ഇത്തരം ഫിലോസഫികളോ അത് മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കഷ്ണം മുറിച്ച ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരൊന്നും ചിന്തിക്കണില്ല എന്നതും കൂടി ഇതിനോടൊരു ചേർത്ത് വായിക്കും. ആയത്തിന്റെ കൂടെ തന്നെ നമുക്കൊരു ദ്വാരം കൂടി അല്ലാഹ് സമർപ്പിച്ചു കഴിഞ്ഞു, റബ്ബിർഹംഹുമാ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പിന്നെ അതിൽ നമ്മൾക്കിടയിൽ ഒരു പതിവായ ദ്വായി പോയി, ആയി മാറാൻ മാത്രം ഒരു വലിയൊരു ഉപദേശം അല്ലാഹ് അവിടെ വെച്ച് തന്നു. ഈ ഇപ്പോൾ വാപ്പ മക്കൾ തമ്മിൽ ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ നോക്കുന്നിടയിൽ ഒരു പഠനം കണ്ടിനി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഓല് നടത്തിയൊരു സ്റ്റഡിയാണ്. ഓല് അതിന് അഫിലിയേറ്റഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തുന്ന ടീമാണ്. 1938 മുതൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ടീമാണ്. ഓരോ പ്രധാനപ്പെട്ട ഒരു ഫൈൻഡിങ് ആണ്, ഒരു വാപ്പ മകനോട്, ഫാദറായിട്ട് പറഞ്ഞത്, ഉമ്മനേക്കാൾ പറയണത് ഫാദർ, ഒരു വാപ്പ എങ്ങനെയാണ് മക്കളോട് പെരുമാറുന്നത്, അത് എത്രത്തോളം ബന്ധം കൂടുന്നോ അത്രത്തോളം ആ കുട്ടി എല്ലാം നിലക്കും ബിഹേവിയർ സെറ്റാവും. അവനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ബുദ്ധിമുട്ട് കുറയും. ഇമോഷണലി വൈകാരിക നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം അതൊരു മാതൃക കിട്ടും. പിന്നെ സ്ട്രെസ് വരുമ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ളത്. പിന്നെ അവന് അങ്ങനെയുള്ള ഏറ്റവും റിലേഷൻഷിപ്പ് ബാപ്പയുമായി കൂടുതൽ ബന്ധമുള്ള മിക്ക ആളുകളുടെയും പ്രൊഫഷണലി സക്സസ് ആയി മാറിയിട്ടുണ്ടാവും, വിജയികളായിരിക്കും. അങ്ങനെ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മളെ വാപ്പ പേരൻസുമായുള്ള കൂടുതൽ റിലേഷൻഷിപ്പിലൂടെയാണ്. അതായത് ഈ ഒരു വിഷയം, ഈ ഒരു പഠനത്തിൽ തന്നെ അവർ സൂചിപ്പിക്കുന്നുണ്ട്, ഇത് വളരെ ചെറുപ്പകാലത്ത് എത്ര നമ്മൾ ഉപ്പയോട് കണക്റ്റഡ് ആവുന്നുണ്ടോ അങ്ങനെ ഇവർ ഈ പഠനം നടത്തുന്ന 9 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളെ. അപ്പോൾ 9 വയസ്സിൻ്റെ ഇടയിൽ 9 വയസ്സ് മുതൽ ഒരു 15 വയസ്സ് വരെ ഉപ്പമാരോടാണ് അവർ ഫോക്കസ് ചെയ്ത് പഠനം നടത്തുന്നത്. ഉമ്മ വിഷയത്തിലില്ല. ഉപ്പമാരോട് എത്രത്തോളം കണക്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ ബോണ്ടിങ് ഉണ്ടോ അതിനനുസരിച്ച് 20 വയസ്സാകുമ്പോൾ അവരെന്താവും സ്വന്തം കാര്യങ്ങളിൽ നിൽക്കാൻ ഒരു പ്രാപ്തരാകും എന്നുള്ളതാണ്. എത്രത്തോളം ഇവിടെ കൂടുന്നുണ്ടോ ഒരു പോസിറ്റീവ് റിലേഷനാണ്. ഇവിടെ കൂടുന്നുണ്ടെങ്കിൽ അവിടെയും കൂടും. അതേപോലെ തന്നെ ഈ ഒരു ഡിപ്രഷൻ എന്നുള്ള ഇപ്പോൾ ഏറ്റവും ലോകം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല ആത്മഹത്യകളൊക്കെ. അപ്പോൾ അതിലും ഇവർ ഈ പഠനം നടത്തിയിട്ട് അവർ പറഞ്ഞ ഈ ഡിപ്രഷൻ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ ഡിപ്രഷൻ്റെ സെർച്ച് ചെയ്തെന്ന് തോന്നുന്നുണ്ട്, ഈ ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെൽ ഓർഡറിങ് നടക്കാൻ ഈ ഉപ്പമാരോട് കൂടുതൽ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് ഈ ഒരു ഹോർമോൺ വെൽ ഓർഡറായിട്ട് വരുന്നത്. അതായത് ഈ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് സഹായകമാവുന്ന അവർ ഈ പഠനത്തിൽ തന്നെ പറയുന്നത്. ഈ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു, എക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജെൻഡർ ഡിഫറൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാദർഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിലും ഈ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഉപ്പമാരില്ല, ഫാദർലെസ് ഹോംസ്, അതായത് ഉപ്പമാരില്ലാത്ത വീടുകളിൽ നിന്നുള്ള കുട്ടികളുടെ ഇടയിൽ ഡ്രഗ് യൂസേജ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൈക്കാട്രിക് പ്രശ്നങ്ങളിൽ അഡോളസൻസ് എത്തിയിട്ടുള്ള കുട്ടികൾ അധികവും ഫാദർലെസ് ഹോം എന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് സംബന്ധിച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യലിയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്, ഫാദർലെസ് ടെക്നോളജി. ഇതൊരു അവിടെ കുറെ സ്റ്റഡി നടത്തുന്നുണ്ട്. അത് ബന്ധപ്പെട്ടൊരു സ്റ്റഡി കണ്ടിന്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ടീം ഇതേപോലെ ഒരു പേരൻസ് ആബ്സെൻസുള്ള ഫാദർ ആബ്സെൻസുള്ള ആളുകളിൽ നിന്നാണ് കൂടുതൽ ഡിസോർഡർ വരുന്നത്. അതിൽ
ഫൈൻഡിങ് കുറേ പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ്, ഇതൊക്കെ മോശമായ ബിഹേവിയർ ഉണ്ടോ, അതിന് സ്ട്രെസ് കൂടുന്നുണ്ടോ, ജീവിതത്തിൽ തളരുന്നുണ്ടോ, ഇതൊക്കെ വരുന്നത് ആബ്സെൻസ് ഉള്ള സ്ഥലത്തു നിന്നാണ്. വാഷിങ്ടൺ DC-യിൽ ഒരു US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഓഫീസ് ഓഫ് ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു ഓഫീസിന്റെ ഒരു പഠനത്തിൽ കണ്ടിരുന്നു, ഉപ്പമാരില്ലാത്ത വീടുകളിൽ പ്രത്യേകിച്ച് പെൺമക്കള് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ട്വൈസ് ആണെന്ന് പറയുന്നത്, ഒരു ഇരട്ടി സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത് അൽ യതീമു യുത്മുൽ വലതാണ്, യുത്മുൽ വാലിദാണ്, യുത്മുൽ ഉമ്മല്ല. മൃഗങ്ങൾക്കിടെ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യതീം അവനെ ഒന്നുമില്ലാത്തവരാണെന്ന് ഇസ്ലാം കാണുന്നത് അവനക്ക് ഉപ്പല്ലാത്തവനാണ്. ഉമ്മല്ലാത്തവരെ ഇസ്ലാം യതീമായിട്ട് കാണുന്നില്ല. പക്ഷെ മൃഗങ്ങൾക്കിടയിൽ നേരെ ഓപ്പോസിറ്റാണ്. മൃഗങ്ങൾക്കിടയിൽ ഉമ്മല്ലാത്തവരെയാണ് അവർ ആരുമില്ലാത്ത ഒരു മൃഗമായിട്ട്, ഉപ്പമാരല്ല. പക്ഷെ മനുഷ്യർക്കിടയിൽ വരുമ്പോൾ ഉപ്പല്ലാത്ത ഒരാളെയാണ് യതീമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് ഒന്നും ആരുമില്ല, അശരണരായ ഒരാളായിട്ട് ഉപ്പല്ലാത്ത ആളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ യതീമിന് അത്രയും വലിയൊരു കൺസേൺ കൊടുത്തിട്ടുണ്ട്. ഖുറാനിൽ തന്നെ ഒരാ തഖ്റബു മാലൽ യതീമി, ഒരുപാട് യതീം മക്കളെ സ്വത്ത് അല്ലെങ്കിൽ യതീം മക്കളെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഖുറാൻ എപ്പോഴും പരിചയപ്പെടുത്തുന്നത്. എത്രത്തോളം വെച്ചാൽ നബിതങ്ങൾ പറയുന്നുണ്ട്, ഒരു യതീമിന്റെ തലയിൽ ഇങ്ങനെ തലയോടിയാൽ ആ എത്ര മുടി നിന്റെ കയ്യിൽ സ്പർശിക്കുന്നുണ്ടോ അത്രയും നിന്റെ തെറ്റ് പൊറുക്കപ്പെടും. അപ്പൊ യതീം എന്ന് പറഞ്ഞാൽ ഉപ്പല്ലാത്തൊരു മകനാണ് അവൻ യഥാർത്ഥത്തിൽ കിട്ടേണ്ട പലതും നിന്നിൽ നിന്നാണ് കിട്ടേണ്ടത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ആബ്സെൻസ് ഓഫ് ഫാദർ, ലാക്ക് ഓഫ് ഫാദർ എന്നുള്ളതൊരു ഭയങ്കര സോഷ്യൽ കൺസേൺ ആയി എടുക്കേണ്ട ഒരു സംഭവം എന്ന് പറയാം. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചാണല്ലോ, എനിക്ക് തന്നെ ഓർമ്മ ഉണ്ട്. ഞങ്ങളൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, നമ്മളെ സന്നദ്ധദാനത്തിൻ്റെ സമയം, നമ്മൾ ഇതിൻ്റെ സന്നദ്ധദാനത്തിൻ്റെ സമയത്ത് ആ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞാൻ ഇപ്പാൻ ആദ്യമായിട്ട് കാണുന്നത്, അല്ല ഏറ്റവും അവസാനമായിട്ട് കാണുന്നത്. അതിൻ്റെ പിറ്റേന്ന് ഇപ്പാനെ അങ്ങനെ വിളിച്ചിരുന്നു, ഇപ്പോൾ ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ഉപദേശം കേൾക്കുമ്പോൾ പോലെ നോർമലി ഇപ്പം എപ്പോഴും ഉപദേശം തരുന്നതല്ലേ അങ്ങനെ തോന്നും. നമ്മൾ ഈ വളർന്നിങ്ങനെ അഡോളസൻസ് ടൈമിലെത്തുന്ന സമയത്ത് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉപ്പമാരോടൊരു ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ വരും. സ്വാഭാവികമാണ്. ഉമ്മമാരോട് നമ്മൾ അടുപ്പായിരിക്കും. പല പ്രശ്നങ്ങളും, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉമ്മമാരോടെ പറയാം. ഈവൻ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ ഉമ്മാനോട് പറഞ്ഞിട്ട് ഉമ്മയാണ് ഉപ്പാനോട് ചോദിക്കുക. പക്ഷെ ഇങ്ങനെ പറയണല്ലോ, പെൺകുട്ടികൾക്ക് ഉപ്പായോടാണ്. പക്ഷേ ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഗ്യാപ്പ് വന്നു. സ്വാഭാവികമായിട്ട് അഡോളസൻസ് എത്തുമ്പോഴുള്ള ഉപ്പാനോടുള്ള ഒരു ഗ്യാപ്പ് വന്നു. ഈ ഒരു ഗ്യാപ്പിലായിരുന്നു ഇപ്പം മരിച്ചു പോയത്. എനിക്ക് ഇപ്പം ഇങ്ങനെ ശരിക്കും ആലോചിക്കാറുണ്ട്, ഇപ്പോഴൊക്കെ ഇപ്പം നല്ല ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നല്ല. അപ്പോൾ നമ്മൾ മദേഴ്സ് ഡേൻ്റെ റീലിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവരുടെ ഒന്നും വില നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവർ ഒരു വേള നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഇവരെ കുറിച്ച് പലതും ഓർമ്മ വരാം. ഒരു സാധനം കൂടി കൂട്ടിച്ചേർക്കാൻ വിചാരിക്കാൻ, നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു സമയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ, നമ്മളത് അറിയണ സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നൂല, ഒരു ഷോക്കായിരിക്കും. പക്ഷെ അത് വെരി നെക്സ്റ്റ് മൊമെന്റ് നമ്മൾ കാണുന്ന നമ്മൾ തൂണിലും തുരുമ്പിലൊക്കെ ഇവരുടെ ഓർമ്മകൾ ഇങ്ങനെ വന്ന് നിറയും. നമ്മൾ കാണുന്നവരോ, നമ്മൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ ഇവർ ഇരുന്ന സ്ഥലങ്ങൾ നമുക്ക് ഓർമ്മ വരും. റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇവർ ഇരുന്ന സ്ഥലങ്ങൾ ഓർമ്മ വരും. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ ജീവിതത്തിൽ ശരിക്കും നമുക്ക് എന്തായിരുന്നു, നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഇവർ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് നിലവിൽ നിങ്ങളെ ഉമ്മമാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നൊന്നും അവരുടെ വില മനസ്സിലാവില്ല. ഒരു വേള ഇവരില്ലാതായി കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു ഹാപ്പി ഫാദേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.